Said, if you try to stop the Sankirtan, my Sankirtan, you will forget it. And Jadava was so scared, and then he thought, okay, I'm not going to stop the Sankirtan anymore. And then he said, okay, now what is your... He said, said the Qazi, any descendant of mine, if they ever do so, they will be rejected from my family. They will be disinherited. They will not get any property. They will be rejected from our family. So you know. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോലവച്ച ശ്രീധരുടെ സമാധി സ്ഥലത്താണ്. സീമന്ത് ദ്വീപാണ്. ഇന്ന് 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം സീമന്ത് ദ്വീപിലെത്തിയിട്ടുണ്ട്. ഈ സീമന്ത് ദ്വീപിൽ ഈ കോലവച്ച ശ്രീധർ എന്ന് പറഞ്ഞാൽ വലിയ ഭക്തനായിരുന്നു. ഇദ്ദേഹത്തിന് എന്താ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പൂ, വാഴയില, ഇങ്ങനെ വാഴപ്പഴം ഇതൊക്കെ വിൽക്കുന്നതാണ് ജോലി. ഇതിന് വലിയ കാരണം എല്ലാ വീട്ടിൻ്റെ മുറ്റത്തിലും നിൽക്കുന്ന സാധനമാണ്. ഇതിനെ വിറ്റിട്ട് ആരും വാങ്ങിക്കാനും പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ചെറിയ കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ കാശ് കൊണ്ട് ഗംഗാപൂജ ചെയ്യുക, ഇതാണ് ഉദ്ദേശം. അതുമാത്രമല്ല, ഗംഗയിൽ വരുന്നവർക്ക് ഇതൊക്കെ വാങ്ങിച്ച് ഈ വാഴപ്പൂവൊക്കെ എടുത്തുകൊണ്ട് വരാൻ സമയം കാണില്ല. അതുകൊണ്ട് നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരും എടുത്ത് പൂജ ചെയ്യും. അങ്ങനെ ഗംഗാ പൂജ എല്ലാവർക്കും ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കി കൊടുക്കുന്നത്. പക്ഷേ ചൈതന്യ മഹാപ്രഭു ദിവസവും വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാൽ ഈ പൂവോ പഴമോ വാങ്ങിക്കാൻ നേരത്തതിന് ബാർഗെയിൻ ചെയ്യും. അതേ 1 അണ 2 അണയൊക്കെയാണ് വിൽക്കുന്നത്. 1 അണ പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു ഉടനെ പറയും അത് 1/2 അണയ്ക്ക് തന്നൂടെയും ചെയ്യും. വളരെ തുച്ഛമായിട്ടാണ് 1 അണ ചോദിക്കുന്നത്. അതിന് 1/2 അണയ്ക്ക് ശരി ഫൈനൽ ബാർഗെയിൻ ചെയ്തിട്ട് 1/2 അണയ്ക്ക് കൊടുക്കും. എന്നിട്ട് അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് ശ്രീധർ വിചാരിക്കും എന്തിനാ ബാർഗെയിൻ ചെയ്യുന്നത്, ആ 1/2 അണയ്ക്ക് അങ്ങ് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭുവിന് 1/2 അണ പറഞ്ഞാൽ ചൈതന്യ എന്തിനാ ഇത്രയും കാശ് ചോദിക്കുന്നത്, 4 അണ തരാമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഡെയിലി അവസാനം ശ്രീധർ പറഞ്ഞു ഭഗവാനെ അങ്ങ് നിമായി ഒന്നും തരണ്ട, എനിക്ക് ഫ്രീ ആയിട്ട് എടുത്തോളൂ, ഫ്രീ ആയിട്ടൊന്നും ഞാൻ മേടിക്കില്ല, കാശ് തരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യും. യഥാർത്ഥത്തിൽ ഒരു ദിവസം ചൈതന്യ മഹാപ്രഭുവിനെ അതായത് നിമായിയെ കണ്ടില്ലെങ്കിൽ ശ്രീധരന് ഭയങ്കര വിഷമമാവും. കാരണം എന്തോ ഒരു സെപ്പറേഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാം. അതേപോലെ ചൈതന്യ മഹാപ്രഭു ഡെയിലി ഈ കോലവച്ച ശ്രീധരനെ കാണാൻ വരും. അങ്ങനെ അവസാന കാലത്ത് ശ്രീധരൻ്റെ അടുത്ത് ചോദിക്കും നിനക്ക് എന്താണ് വേണ്ടത്, എന്ത് വരം വേണമെങ്കിലും ഞാൻ തരാൻ പറയും. അപ്പോൾ ശ്രീധർ പറയും എനിക്ക് ഒരു വരവും വേണ്ട, എന്നും അങ്ങയെ കണ്ടാൽ മതി, അതാണ് എൻ്റെ വളരെ സന്തോഷം എന്ന് പറയും. അങ്ങനെ നിമായി ഗൗരംഗനായിട്ട് ദർശനം കൊടുക്കും. ആ ചെറുപ്രായത്തിൽ തന്നെ അത് ഭഗവാനായിട്ട് ദർശനം കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിന് മോക്ഷവും കൊടുക്കും. ആ ശ്രീധരൻ്റെ വീടാണ് ഈ കാണുന്ന ഈ സ്ഥലം. ഇവിടെ നിന്നൊരു ബനാന ഫെസ്റ്റിവൽ, എല്ലാവരും ബനാന അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് ഭയങ്കര രസമായിരുന്നു. ഡിവോട്ടീസെല്ലാം യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കഥ, ഡ്രാമ, ശരിക്കും ഇവിടെയൊക്കെ വരണം നമ്മൾ. കാരണം നമ്മുടെ ഒരു ആധ്യാത്മിക പൊട്ടൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ വൈഷ്ണവ അസോസിയേഷനിലെ ഭക്തന്മാരുടെ കഥയും ഒരു ഒരു തപസ് തന്നെ എന്ന് പറയാം. ഈ നവദ്വീപ് പരിക്രമം എല്ലാവരും വന്നിരിക്കേണ്ട, ഒരിക്കലെങ്കിലും വരണം എന്നുള്ളതാണ്. അത് വന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാം. നമ്മൾ എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അത് വന്ന് അനുഭവിച്ച് നോക്കണം. ഹരേ കൃഷ്ണ, ജയശ്രീല പ്രഭുപാദ് കി ജയ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഒരു ബനാന ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നിറയെ പഴം കൊണ്ടുവന്നിട്ട് ഭഗവാൻ ഓഫർ ചെയ്തതാണ്. അതിപ്പോൾ ഡിവോട്ടീസിന് ഒരു ഡ്രാമ ഉണ്ടായിരുന്നു കോലവച്ച ശ്രീധരൻ്റെ. അതായത് കേല എന്നാണ് അദ്ദേഹത്തിന്, കേല വിറ്റിട്ട് ജീവിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കോലവച്ച ശ്രീധർ എന്ന് പറയുന്നത്. ശ്രീധറാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ ഫെസ്റ്റിവലിൽ പഴമെടുത്ത് എറിയുകയാണ് എല്ലാവരും. പഴത്തിൻ്റെ മഴയാണ് എല്ലാവരും പിടിക്കുന്നത്.